ഹലോ ഫ്രണ്ട്സ്, വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ടൊമാറ്റോ ദോശ ഉണ്ടാക്കാമേ. അതിനു വേണ്ടി ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി ഈ ഒരു കപ്പിൽ 1.25 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളത്തിൽ കുതിരാനിടണം. അതൊരു 3 മണിക്കൂർ കുതിരാനിട്ടായിരുന്നു ഞാൻ. എന്നിട്ട് പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ടൊമാറ്റോയാണ്. അത് ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ട് ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ ടൊമാറ്റോ ആണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ വേണ്ടത് തേങ്ങ ചിരുവിയതാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരുവിയത് എടുക്കണം. തേങ്ങ ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. തേങ്ങ ഇട്ടാൽ ഒന്നുകൂടെ സോഫ്റ്റ് ആകും. ഇനി നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അരയ്ക്കാൻ പോവാണ്. അതിന് ആദ്യം അരി ഞാൻ മിക്സിയിലിട്ട് പിന്നെ ടൊമാറ്റോ ഒന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആ തേങ്ങ ചിരുവിയതും കൂടെ അതിനകത്തിട്ടു. പിന്നെ നമുക്ക് കുറച്ച് പൊടികളിടണം. അതിന് ആദ്യം എരിവുള്ള മുളക് പൊടി ഒരു 1.25 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് വേണ്ടത്. അതൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. കായപ്പൊടി ഇട്ടാൽ നല്ലതാവും, ഗ്യാസും ഒന്നും ഇതാകത്തില്ല. പിന്നെ അതിനൊരു നല്ല മണവും കിട്ടും. എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ അരപ്പ് ഞാൻ ഒരു ഫോർനൈറ്റ് തന്നെ വെളിയിൽ വെക്കുന്നുണ്ട്. അത് വെളിയിൽ വെക്കണ്ട എന്നുള്ളവർക്ക് അത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഞാൻ വെളിയിൽ വെച്ചൊന്ന് പുളിക്കാൻ വേണ്ടിയാണ്. പിറ്റേ ദിവസം ഞാൻ അതിൻ്റെ കൂടെ സവാളയും കൂടെ വഴറ്റിയിടുന്നുണ്ട്. അതിന് ഒരു 5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതിതുപോലെ അരിഞ്ഞ് ഒരു ചീനിച്ചട്ടിക്കകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഈ അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് ഒരുപാടൊന്ന് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒന്ന് വഴറ്റി അതൊന്ന് വാടുന്നത് വരെ ഒന്ന് വഴറ്റി നമ്മൾ ഇന്നലെ അരച്ചു വെച്ച ആ മാവ് തുറന്ന് അതൊന്ന് ഇളക്കി അതിനകത്തോട്ട് ഇനി ഉപ്പിടണം. ഉപ്പിപ്പോഴാണ് ഞാൻ ഇടുന്നത്. ദോശ എടുക്കാൻ കുറച്ച് നേരം മുമ്പ് ഉപ്പിട്ടാൽ മതി. 1.25 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഈ ഉപ്പും മാവും കൂടെ നന്നായിട്ട് ഇളക്കി ഇതിനകത്തോട്ട് തന്നെ നമ്മൾ വഴറ്റി വെച്ച സവാള ഉണ്ടല്ലോ, അതും ഈ സവാളയുടെ കൂടെ വേണമെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് വഴറ്റി ഇടാം. നല്ല മണമായിരിക്കും. എൻ്റെ ഇവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് സവാള മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അത് വഴറ്റിയ സവാളയും കൂടി ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് നന്നായിട്ട് ഇളക്കണം. ഈ ദോശ ബ്രേക്ക്ഫാസ്റ്റിനോ 4 മണിക്കോ എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇത് ദോശ ഒന്നും ചമ്മന്തി മുക്കാതെയും കഴിക്കാം, അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടെങ്കിൽ ചമ്മന്തി മുക്കി കഴിക്കാം, പഞ്ചസാര മുക്കി കഴിക്കാം. ഇനി നമുക്ക് ദോശ ചൂടാൻ അതിന് വേണ്ടി ഞാനൊരു തവ വെച്ചു. അതിൻ്റെ മുകളിൽ ഞാനിവിടെ നല്ലെണ്ണയാണ് തേച്ചത്. എന്നിട്ട് തവ ചൂടായി കഴിഞ്ഞ് നല്ലെണ്ണ തേച്ച് ദോശമാവ് ഒഴിച്ച് ഇതുപോലെ അടച്ചു വെച്ച് ദോശ എടുക്കണം. എന്നാൽ അതൊന്ന് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനിയിപ്പം അടുത്ത സൈഡിൽ എണ്ണ തേച്ച് ഇങ്ങനെ ദോശ ഇടാം. പെട്ടെന്ന് അത് ദോശ കിട്ടുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സാധാ ഇതിലങ്ങ് എടുത്താൽ മതി. നല്ലൊരു ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊരു വെറൈറ്റി ദോശയാണ്. താങ്ക് യു.